ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 8ാമത്തെ പാഠമാണ്. നാടറിയാം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്ക് വള്ളത്തോൾ നാരായണ മേനോൻ്റെ 4 വരികൾ അവിടെ തന്നിട്ടുണ്ട്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ധി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. മാതൃവന്ദനം എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതാശകലമാണിത്. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്! അതാണ് ഈ വരികളിൽ പറയുന്നതും. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, കുന്നുകൾ, കടൽ തീരങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയ സവിശേഷതകളുണ്ടോ? വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. ഇനി നമുക്ക് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖയാണ് അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലേ? ചോദ്യം 2. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? റെയിൽവേ പാതയാണല്ലേ. അതാണ് അതിലൂടെ കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം എന്ന് പറയുന്നത്. അതായത് ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് അതിന് നേരെ പോകുന്ന ഗതാഗത മാർഗം റെയിൽവേ ആണ്. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണ രീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ചർച്ച ചെയ്യുക. ഒരെണ്ണം നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. രണ്ടാമത്തത് എന്താ മക്കളെ? മത്സ്യബന്ധനത്തിനുള്ള തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ജലഗതാഗത മാർഗങ്ങളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സമീപത്ത് തന്നെ റെയിൽ ഗതാഗതം ഉള്ളതുകൊണ്ട് യാത്രയ്ക്ക് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിന്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നതായി കണ്ടില്ലേ? ഇനി നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അവിടുത്തെ വിവിധ കൃഷികൾ, തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്തൂ. ആദ്യം ഭൂമിശാസ്ത്ര സവിശേഷതകൾ നോക്കാം. ഞങ്ങളുടെ നാട് ഒരു മലയോര പ്രദേശമാണ്. മലകളും നിരപ്പായ പ്രദേശങ്ങളും പുഴയും ചെറിയ അരുവികളും ഉള്ള പ്രദേശമാണ്. നല്ല വളക്കൂറുള്ള മണ്ണ് ഇവിടെയുണ്ട്. ഇനി കാലാവസ്ഥ. മഴക്കാലമായാൽ അത്യാവശ്യം എല്ലാ പ്രദേശങ്ങളിലും നല്ല പോലെ മഴവെള്ളം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. വേനൽക്കാലത്ത് ചില പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. കൃഷികൾ എന്തൊക്കെയാണ്? വാഴ, തെങ്ങ്, കശുവണ്ടി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി, കുരുമുളക്, ഏലം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃഷികൾ. ഇതോടൊപ്പം പച്ചക്കറികൾ അടുക്കളത്തോട്ടമായി കൃഷി ചെയ്തു വരുന്നവരും ധാരാളമുണ്ട്. തൊഴിലുകളെ കുറിച്ച് നോക്കാം. ആദ്യകാലങ്ങളിൽ കൃഷിയായിരുന്നു അധിക ആളുകളുടെയും തൊഴിൽ മാർഗം. എന്നാൽ ഈ അടുത്ത കാലത്തായി ആളുകളെല്ലാവരും ബിസിനസ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഗതാഗത മാർഗം. ഇവിടുത്തെ പ്രധാന ഗതാഗത മാർഗം റോഡ് ഗതാഗതമാണ്. അതുകൂടാതെ റെയിൽ ഗതാഗതവും, ചില പ്രദേശങ്ങളിൽ റെയിൽ ഗതാഗതവും ജലഗതാഗതവും ലഭ്യമാണ്. നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റു തൊഴിലുകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ടതല്ലേ? നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടുക. അതായത് നമ്മുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കൃഷിയും തൊഴിലും. അതായത് കാലാവസ്ഥയെ, ജലാശയങ്ങളെ, അതിനെല്ലാം ആശ്രയിച്ചിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് കൃഷിയും മറ്റു തൊഴിലുകളും ആശ്രയിക്കുന്നത്? കാലാവസ്ഥ, ജലാശയങ്ങൾ, നിരപ്പായ പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ, മണ്ണിൻ്റെ വളക്കൂറ്, ഗതാഗതം, വ്യവസായങ്ങൾ, ഇതിനെല്ലാം ആശ്രയിക്കും. അതായത് ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന വിളകളുണ്ടെങ്കിൽ ആ കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ആ വിളകൾ ചെയ്യുകയുള്ളൂ.
പിന്നെ അതുപോലെ പല ഇനം മണ്ണുകളിൽ യോജിക്കുന്ന രീതിയിലുള്ള വിളകളുണ്ട്. അപ്പോൾ ആ മണ്ണുകളുള്ള പ്രദേശത്ത് മാത്രമേ ആ വിളകൾ കൃഷി ചെയ്യാൻ ഒക്കൂ അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത് ഇവിടെ ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കൃഷിയും മറ്റു തൊഴിലുകളൊക്കെ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കൃഷികളാണ് അവിടെ ചെയ്യുക. നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉൾപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള ശീർഷകത്തിൽ ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കുക. പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ എന്ന് തലക്കെട്ട് കൊടുത്തിട്ട് അതിൽ എന്തൊക്കെ വേണം? നിങ്ങളുടെ പ്രദേശം അല്ലെങ്കിൽ വാർഡ് ഉൾപ്പെടുന്ന രൂപരേഖ വേണം. പിന്നെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധം, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ, ഇതെല്ലാം എഴുതണം. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രദേശങ്ങൾ പലതാണ്. അപ്പോൾ ആ പ്രദേശത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രദേശത്തിലുള്ള ഭൂമിശാസ്ത്ര രേഖ വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ. ഇതുപോലെയാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ? കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒരന്വേഷണമായാലോ? അപ്പോൾ നമുക്കിനി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കാം. നമുക്കിവിടെ കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ടുണ്ട്. ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്നവ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ കുറിക്കൂ. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതണം. ഏതൊക്കെയാണ് മക്കളെ? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ്. അതായത് ഏറ്റവും മുകളിലുള്ളതാണ് മലനാട്, പിന്നെ നടുവിലായിട്ടുള്ളത് ഇടനാട്, കടലിനോട് ചേർന്നിരിക്കുന്നത് തീരപ്രദേശം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എഴുതണം. ആദ്യം തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ താഴെയാണ്. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. മലനാട് 75 മീറ്ററിന് മുകളിലാണ്. ചോദ്യം 3. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ്. ചോദ്യം 4. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് നോക്കിക്കേ, മുകളിലുള്ളതാണല്ലേ, അതായത് മലനാടാണ്. ഇനി നമുക്ക് കേരളത്തിലെ ഓരോ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് മലനാടാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. നമ്മൾ കണ്ടു അല്ലേ, ആ ഭൂപടത്തിൽ നമ്മൾ കണ്ടു ഏറ്റവും മുകളിലായിട്ടുള്ളത് തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മലനാട് എന്ന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. രണ്ടാമത്തെ ഭൂപ്രകൃതി വിഭാഗം ഇടനാടാണ്. പേജ് 136 നൽകിയിട്ടുള്ള ഭൂപടത്തിൽ, അതായത് ചിത്രം 2-ൽ നമ്മൾ ഇടനാടിൻ്റെ സ്ഥാനം കണ്ടു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടുള്ള നാടായതുകൊണ്ടാണ് ഇതിന് ഇടനാട് എന്ന് പേര് വന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. മൂന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗം തീരപ്രദേശമാണ്, അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ഇനി ഈ ഭൂപടം നോക്കൂ, കേരളത്തിൻ്റെ ഭൂപടം. നൽകിയിരിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മുകളിൽ ഒരു ട്രേസിംഗ് പേപ്പർ വെച്ച് ജില്ലകൾ വരച്ചെടുക്കുക. അതിനുശേഷം ജില്ലകൾ വരച്ചെടുത്ത ട്രേസിംഗ് പേപ്പർ ചിത്രം 2, അതായത് പേജ് 136-ലെ നമ്മളിപ്പോൾ നേരത്തെ പരിചയപ്പെട്ട കേരളത്തിൻ്റെ ഭൂപടമില്ലേ, അതിലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിന് മുകളിൽ ശരിയായ വിധം ക്രമീകരിച്ച് സൂപ്പർ എംബോസ് ചെയ്ത് താഴെ പറയുന്നവ കണ്ടെത്തുക. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഏതൊക്കെയാണ്? തീരപ്രദേശം, ഇടനാട്, മലനാട്. ചോദ്യം 2, തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് മക്കളെ? കാസർഗോഡ് ഉണ്ട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ചോദ്യം 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെ? കൊല്ലം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, രണ്ടാമത്തേത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം.
കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇനി മൺസൂൺ കാലത്തെക്കുറിച്ച് നമുക്ക് അവിടെ ചെറിയ വിവരണം തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്, അതായത് ഈർപ്പത്തെ കൊണ്ടുവരുന്നവരാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ, അതായത് വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമായും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലേക്കും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ മണ്ണിനെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം. നോക്കിക്കേ, മണ്ണേ നമ്പി ലേലയ്യ. നമുക്കവിടെ ചെറിയ ഒരു നാടൻ പാട്ട് തന്നിട്ടുണ്ട്. നമ്മളുടെ 3ാം ക്ലാസ്സിലെ മലയാളത്തിൽ പഠിച്ച ഒരു നാടൻ പാട്ടാണ്. മണ്ണേ നമ്പി ലേലയ്യ മരമിരുക്ക്, മരത്തെ നമ്പി ലേലയ്യ മണ്ണിറുക്ക്, മരത്തെ നമ്പി ലേലയ്യ കൊമ്പിറുക്ക്, കൊമ്പേ നമ്പി ലേലയ്യ ഇലയിറുക്ക്, ഇലയെ നമ്പി ലേലയ്യ പൂവിറുക്ക്, പൂവേ നമ്പി ലേലയ്യ കായിറുക്ക്, കായെ നമ്പി ലേലയ്യ പഴമിറുക്ക്, പഴത്തെ നമ്പി ലേലയ്യ നാമിറുക്ക്, നമ്മെ നമ്പി ലേലയ്യ നാടിറുക്ക്. അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് ശ്രദ്ധിക്കൂ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കുള്ള മണ്ണ് എത്ര വർഷങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുക? മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കൂ. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ അവൈലബിൾ ആണ്. ആ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കിയിട്ട് SS ക്ലബ്ബിൽ അവതരിപ്പിക്കാം. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഓരോ മണ്ണിനങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത് ചെങ്കൽ മണ്ണ്. കേരളത്തിലെ പ്രധാന മണ്ണിനമാണിത്. ഈ മണ്ണ് നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാക്കുന്നു. ഈ മണ്ണിന് അമ്ലഗുണം കൂടുതലാണ്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവ കൃഷി ചെയ്യാൻ ഈ മണ്ണ് അനുയോജ്യമാണ്. അടുത്തത് എക്കൽ മണ്ണ്. നദീതീരങ്ങളിൽ കാണപ്പെടുന്ന വളക്കൂറുള്ള മണ്ണാണ് ഇത്. വേമ്പനാട്ട് കായലിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവ ഈ മണ്ണിൽ കൃഷി ചെയ്യാം. അടുത്തത് വനമണ്ണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 25% ഈ മണ്ണാണ്. അമ്ലാംശം, ജലാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് കറുത്ത മണ്ണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ മാത്രം കാണപ്പെടുന്ന മണ്ണാണ് ഇത്. ഈ മണ്ണ് നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്നു. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. അവസാനത്തേത് ചെമ്മണ്ണാണ്. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണുന്നു. ഈ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ ഉള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. ഈ മണ്ണിൽ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യത്തേത് അമിത രാസവള കീടനാശിനി പ്രയോഗം, രണ്ടാമത്തേത് മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മൂന്നാമത്തേത് അശാസ്ത്രീയമായ ഖനന പ്രവർത്തനം, അവസാനത്തേത് അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ. മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. വനനശീകരണം, അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചില ചിത്രങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. കണ്ടൽക്കാടുകൾ വച്ചുപിടിപ്പിക്കാം, കയർ ഭൂവസ്ത്രം, അതായത് തട കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കയർ കൊണ്ട് ചുറ്റി കെട്ടുന്നതാണ് കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷി. ഇനി കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തി പട്ടികയാക്കൂ. തീരപ്രദേശങ്ങളിൽ കാണുന്ന പുലിമുട്ട് നിർമ്മാണം നമുക്കിതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള മറ്റൊരു പ്രവർത്തനമാണ് നിങ്ങളുടെ പ്രദേശത്തെ മണ്ണിനങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ അവയുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അപ്പോൾ ഓരോ മണ്ണിനങ്ങളുടെ സവിശേഷതയും നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ആ മണ്ണിനങ്ങൾ ശേഖരിക്കുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് ശേഖരിക്കാൻ പറ്റുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണോ അത് ശേഖരിക്കുക. അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എഴുതി തന്നിട്ടുള്ളത് നോക്കിയിട്ട് എഴുതുക. ടീച്ചർക്ക് എന്നിട്ട് ക്ലാസ്സിൽ ചാർട്ടിൽ എഴുതിയിട്ട് പ്രദർശിപ്പിക്കുക. ഇനി കേരളത്തിലെ മണ്ണ് നമ്മൾ പരിചയപ്പെട്ടു. അടുത്തതുപോലെ കാലാവസ്ഥ പരിചയപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് ജലസ്രോതസ്സുകൾ എന്താണെന്ന് നോക്കാം. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവകൾ, കിണറുകൾ, കുളങ്ങൾ, കുഴൽക്കിണറുകൾ, ഇതെല്ലാം നമുക്ക് എഴുതാം. നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? കുളം, കിണർ, പുഴ, അരുവി, കുഴൽക്കിണർ, തടാകം, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തിൽ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിലെ കേരളത്തിലെ നദീഭൂപടം നിരീക്ഷിച്ച് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികൾ കണ്ടെത്തി വേർതിരിച്ച് പട്ടികപ്പെടുത്തുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 എണ്ണമായിരുന്നു. അത് കബനി, ഭവാനി, പാമ്പാറാണ്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ, ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ചൻകോവിലാർ, കല്ലടയാർ, മൂവാറ്റുപുഴയാർ, വളപട്ടണം പുഴ, ചന്ദ്രഗിരി പുഴ, മണിമലയാർ, വാമനപുരം പുഴ, കുപ്പംപുഴ, മീനച്ചിലാർ, കുറ്റ്യാടിപ്പുഴ, കരമനയാർ, ശിറിയപ്പുഴ, കാര്യങ്കോട് പുഴ, ഇത്തിക്കരയാർ, നെയ്യാർ, മയ്യഴിപ്പുഴ, പയ്യന്നൂർ പുഴ, ഉപ്പളപ്പുഴ, കരുവന്നൂർ പുഴ, കീച്ചേരിപ്പുഴ, അഞ്ചരക്കണ്ടിപ്പുഴ, തിരൂർ പുഴ, നീലേശ്വരം പുഴ, പള്ളിക്കൽ പുഴ, കോരപ്പുഴ, പമ്പാ നദി, മോഗ്രാൽ പുഴ, കവ്വായി പുഴ, പുഴയ്ക്കൽ പുഴ, മാമമ്പുഴ, തലശ്ശേരി പുഴ, ചിറ്റാരിപ്പുഴ, കല്ലായിപ്പുഴ, രാമപുരം പുഴ, അയിരൂർ പുഴ, തൊടുപുഴയാർ. ഇത്രയും 41 നദികളാണ് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നത്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുന്നുവെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും പറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. കാരണം എന്താ മക്കളെ? ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നു, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം ജലസ്രോതസ്സുകളിൽ ഒഴുകിയെത്തുന്നു, രാസവളങ്ങളും കീടനാശിനികളും ജലസ്രോതസ്സുകളിൽ എത്തുന്നു, പുഴകളിൽ വെച്ച് കാലികളെയും മറ്റും കുളിപ്പിക്കുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നുണ്ട്. ഇനി തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. നിങ്ങളുടെ നാട്ടിലെ ജലാശയങ്ങൾ മലിനമാക്കപ്പെടുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ജലാശയങ്ങളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും പുഴയിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും വലിച്ചെറിയാതിരിക്കുക, ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിക്കളയാതിരിക്കുക, നദീതീരങ്ങളിൽ വെച്ച് വാഹനങ്ങൾ കഴുകാതിരിക്കുക, കാലികളെയും മറ്റും പുഴകളിൽ നിന്ന് കുളിപ്പിക്കാതിരിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ തയ്യാറാക്കുക, ജലസംരക്ഷണ റാലി സംഘടിപ്പിക്കുക, മഴവെള്ള സംഭരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കുക. ആദ്യം നമുക്ക് പ്ലക്കാർഡുകൾ നോക്കാം. ഞാൻ 2-3 പ്ലക്കാർഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. ജലം അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കൂ. ജലം വരമാണ്, അത് അറിഞ്ഞുപയോഗിക്കൂ. ഇത്തിരി ജലം കരുതാം, അടുത്ത തലമുറയെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാം. ഇനി നമുക്ക് പ്രസംഗം നോക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ജലം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ.
കുളിക്കാനും കുടിക്കാനും അലക്കാനും തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾക്ക് നിത്യജീവിതത്തിൽ നാം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇന്നത്തെ ജലലഭ്യതയുടെയും ജലസംഭരണത്തിൻ്റെയും അവസ്ഥ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. മഴ ഏറെ കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. 2 മൺസൂൺ കാലങ്ങളിലായി ആവശ്യത്തിലധികം മഴവെള്ളം നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈയിടെയായി ജലലഭ്യത അല്പം കുറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മഴ എത്ര ലഭിച്ചാലും വേനലാകുമ്പോൾ വരൾച്ച അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ വർഷാവർഷം നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം മണ്ണിലേക്ക് താഴാതിരിക്കുന്നതാണ് അതിന് പ്രധാന കാരണം. മരങ്ങൾ വെട്ടിമുറിക്കുന്നതും മുറ്റവും മറ്റും കോൺക്രീറ്റ് ചെയ്യുന്നതും ഇൻ്റർലോക്ക് ചെയ്യുന്നതും മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് കാരണമാകുന്നു. കെട്ടിടങ്ങളുടെ അമിതമായ നിർമ്മാണവും വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റുമായുള്ള ഫാക്ടറികളുടെ എല്ലാം നിർമ്മാണവും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലേക്കുള്ള മഴ ലഭ്യത വളരെ കുറഞ്ഞു വരാൻ ഇത് കാരണമാകും. മഴവെള്ളം സംഭരിക്കുന്നതിന് ഒട്ടനവധി മാർഗങ്ങൾ നമുക്കുണ്ട്. മഴവെള്ളം ശേഖരിക്കുന്നതും സംഭരിക്കുന്നതും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും ഉൾപ്പെടുന്ന ഒരു സുസ്ഥിര സമ്പ്രദായമാണ് മഴവെള്ള സംഭരണം. ജലസേചനം, കഴുകൽ, കുടിക്കൽ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി മഴവെള്ളം ശേഖരിക്കാനും സംഭരിക്കാനും മഴവെള്ള സംഭരണം ഒരു മികച്ച മാർഗമാണ്. കൃത്യമായ ആസൂത്രണവും ഇൻസ്റ്റാളേഷനും ഉണ്ടെങ്കിൽ മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ ജലക്ഷാമത്തിനും വരൾച്ചയ്ക്കും ഫലപ്രദവും വിലപ്പെട്ടതുമായ പരിഹാരമാകും. ഒരു സംവിധാനം സജ്ജീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജലബില്ലുകളിൽ പണം ലാഭിക്കാനും മുനിസിപ്പൽ ജലവിതരണത്തിനുള്ള നിങ്ങളുടെ ആശ്രയം കുറയ്ക്കാനും എല്ലാറ്റിനും ഉപരിയായി വെള്ളം സംരക്ഷിക്കാനും കഴിയും. മഴവെള്ള സംഭരണികളും കിണർ റീചാർജിങ്ങും മേൽക്കൂര മഴവെള്ള സംഭരണികളുമെല്ലാം വെള്ളം അടുത്ത കാലങ്ങളിലേക്കായി സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഏതാനും എളുപ്പവഴികളാണ്. ഇത്തരത്തിൽ മഴവെള്ളം നമ്മളാൽ കഴിയുന്ന വിധം സൂക്ഷിച്ചില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ രൂക്ഷമായിരിക്കും. അതൊരു രൂക്ഷമായ വേനലും വരൾച്ചയുമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. ഇന്ന് കുടിക്കാനായി മാത്രം പ്ലാസ്റ്റിക് ബോട്ടിലുകളെ ആശ്രയിക്കുന്ന നമ്മൾ ഭാവി കാലങ്ങളിൽ കുളിക്കാനും അലക്കാനും എന്തിന് നിത്യജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും മിനറൽ വാട്ടറിനെ ആശ്രയിക്കേണ്ടി വരും. അത്തരമൊരു കാലഘട്ടം നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ മക്കളെ, ഞാനിത് കുറച്ചൊരു വലിയ പ്രസംഗമാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഒരുപാട് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുത്തിട്ട് ഈ പ്രസംഗം ഒന്ന് ചുരുക്കി എഴുതിയാൽ മതിയേ. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിക്കൂ. അതിലെ പദ്ധതിയും അതിൻ്റെ നിർവഹണം ആരാണ് നിർവഹിക്കുന്നത് എന്നുള്ളതുമാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ എന്നാണ്. അത് നിർവഹിക്കുന്നത് ഹരിത കേരള മിഷനാണ്. രണ്ടാമത്തേത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവഹിക്കുന്നത്. മൂന്നാമത്തേത് തെളിനീരൊഴുകും നവകേരളം പദ്ധതിയാണ്. അതും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവഹിക്കുന്നത്. നാലാമത്തേത് ജൽജീവൻ മിഷനാണ്. അത് കേന്ദ്ര സർക്കാരാണ് നിർവഹിക്കുന്നത്. ഇനി ഈ പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. നമുക്ക് ഓരോ പദ്ധതികളുടെയും ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായുള്ള പദ്ധതിയാണ് ഇത്. മാലിന്യമുക്തം നവകേരളം, കേരളത്തെ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. തെളിനീരൊഴുകും നവകേരളം, ശാസ്ത്രീയ ദ്രവ്യ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുകയും വൃത്തിയായും സംരക്ഷിക്കുന്നതിനുള്ള ജനകീയ ക്യാമ്പയിനാണ് ഇത്. നാലാമത്തേത് ജൽജീവൻ മിഷനാണ്. 2024 ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകളിലൂടെ സുരക്ഷിതവും മതിയായതുമായ കുടിവെള്ളം ലഭ്യമാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ വിള വൈവിധ്യം പരിചയപ്പെടാം. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതൊക്കെ വിളകളാണ് ചിത്രത്തിൽ കാണുന്നത്? ഒന്നാമത്തേത് നെല്ലാണ്, രണ്ടാമത്തേത് റബ്ബറാണ്, മൂന്നാമത്തേത് തെങ്ങാണ്, നാലാമത്തേത് തേയിലയാണ്. ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്? നെല്ല് തീരപ്രദേശ മേഖലയിലാണ്, തെങ്ങ് റബ്ബർ ഇടനാടിലാണ്, തേയില മലനാടാണ്. കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? തേയില കൃഷിക്ക് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അനുയോജ്യം. ആ കാലാവസ്ഥ കാണപ്പെടുന്നത് മലനാട്ടിലാണ്. അതുകൊണ്ടാണ് തേയില അവിടങ്ങളിൽ കൃഷി ചെയ്യുന്നത്. കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താവാം? തീരപ്രദേശത്തെ മണ്ണ് റബ്ബർ കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതിനാൽ അവിടെ റബ്ബർ കൃഷി ചെയ്യാറില്ല. അപ്പോൾ മണ്ണിൻ്റെ പ്രത്യേകതകളും കാലാവസ്ഥയും ഒക്കെ നോക്കി മാത്രമേ നമ്മൾ വിളകൾ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാറുള്ളൂ എന്ന് മനസ്സിലായല്ലോ. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഞാനിവിടെ മലനാടിലെയും ഇടനാടിലും തീരപ്രദേശത്തിലും കൃഷി ചെയ്യുന്ന വിളകളാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട് എവിടെയാണോ അതിനനുസരിച്ച് എഴുതുക. മലനാടാണെങ്കിൽ തേയില, ഗ്രാമ്പു, ഏലം, കാപ്പി, തെങ്ങാണ്. ഇടനാടാണെങ്കിൽ തെങ്ങ്, റബ്ബർ, കാപ്പി, നെല്ലാണ്. തീരപ്രദേശമാണെങ്കിൽ തെങ്ങ്, എള്ള്, നെല്ലാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ പട്ടികപ്പെടുത്തൂ. നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ? തൊട്ട് മുന്നേയുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ അതാണ് ചെയ്തത്. അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം? പട്ടിക പൂർത്തിയാക്കൂ. 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അനുകൂല ഭൂപ്രകൃതി, വളക്കൂറുള്ള മണ്ണ്. ഇതുകൂടാതെ അനുയോജ്യമായ കാലാവസ്ഥ, മേന്മയുള്ള വിത്ത്, മനുഷ്യന്റെ വിഭവശേഷി, ജലസേചന സൗകര്യം ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാമോ? അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. മഴക്കാലത്തിനു ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. ഓണം, വിഷു, വള്ളംകളി, പൊങ്കൽ, കാളപൂട്ട് മത്സരം, നിറപുത്തരി ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? അല്ല അല്ലേ? ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത്? കൃഷി, ഡ്രൈവർ, മത്സ്യബന്ധനം, അധ്യാപനം, പോലീസ്, കൂലിപ്പണി, തെങ്ങ് കയറ്റം, താറാവ് കൃഷി, അങ്ങനെ ഒട്ടേറെ തൊഴിലുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അതെല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്ത് ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിനുദാഹരണങ്ങളാണ്. ഇനി ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. തൊഴിലും ഭൂപ്രകൃതിയും എന്ന് പറഞ്ഞിട്ട് അതിനു ചുറ്റും ഒട്ടേറെ തൊഴിലുകളെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേതു ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുക എന്ന് പട്ടികപ്പെടുത്തൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ്? മൺപാത്ര നിർമ്മാണം ഉണ്ട്, കൃഷിയുണ്ട്, റബ്ബർ കൃഷിയുണ്ട്, തൊണ്ടുതല്ലലുണ്ട്, പിന്നെ തേയില നുള്ളലുണ്ട്, മീൻപിടുത്തമുണ്ട് അല്ലേ. ഇനി നമുക്കിത് ഏതൊക്കെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കാം. ആദ്യം നമുക്കിവിടെ പട്ടിക തന്നിട്ടുണ്ട്. ആദ്യം മലനാടാണ്. മലനാടിൽ ചെയ്യുന്ന കൃഷികൾ തേയില കൃഷി, റബ്ബർ കൃഷി, കൊളുന്തുന്നുള്ളൽ. പിന്നെ ഇടനാട് മൺപാത്ര നിർമ്മാണം, റബ്ബർ കൃഷി, നെൽകൃഷി. പിന്നെ തീരപ്രദേശത്ത് നെൽകൃഷി, മത്സ്യബന്ധനം, തൊണ്ടുപിരിക്കൽ. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. മൈക്രോഗ്രീൻ, ടെറസ് ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയവയാണ് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ. മണ്ണിലല്ലാതെ പോഷകങ്ങളടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന ആധുനിക രീതിയാണ് ഹൈഡ്രോപോണിക്സ്. കുന്നുകളുടെയോ മലകളുടെയോ വശങ്ങളിൽ വിളകൾ വച്ചുപിടിപ്പിച്ച് അവ പിന്നീട് കൊത്തിയെടുത്ത് ടെറസിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് ടെറസ് ഫാമിംഗ്. ചില പ്രത്യേക വിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോഗ്രീൻ.
ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയ ഇനങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാം. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുവെന്ന് കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? പട്ടിക പൂർത്തിയാക്കൂ. ചുഴലിക്കാറ്റ്, കാട്ടുതീ, പ്രളയം, വരൾച്ച, കൊടുങ്കാറ്റ്, പേമാരി, ഭൂകമ്പം തുടങ്ങിയിട്ടുള്ള മണ്ണൊലിപ്പ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004-ലുണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. അതിനെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയണേ. നമുക്കിവിടെ കുറച്ചുകൂടെ പ്രകൃതി ദുരന്തങ്ങളെ ചിത്രം തന്നിട്ടുണ്ട്. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019-ലുണ്ടായത്, പിന്നെ 2020-ലുണ്ടായ പെട്ടിമുടി ഉരുൾപൊട്ടലാണ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2024-ൽ കഴിഞ്ഞ മുണ്ടക്കൈ ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. 2018-ൽ കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019-ൽ കവളപ്പാറയിലും 2020-ൽ പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹകരമാക്കിയിരുന്നു. ദുരന്ത നിവാരണവും ലഘൂകരണവും. വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് നിരീക്ഷിക്കും. നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി. പ്രളയബാധിതർ വീടുകളിലേക്ക്. ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ. കടലിന്റെ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതെല്ലാം എന്താണ്? ഒരു പ്രകൃതി ദുരന്തം കഴിഞ്ഞ ശേഷം അതിനുവേണ്ടി ദുരന്ത നിവാരണം നടത്തുന്നതിനെ കുറിച്ചുള്ള തലക്കെട്ടുകളാണ് അല്ലേ? 2018-ലെ പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണ് നൽകിയിട്ടുള്ളത്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു. നിങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവരുണ്ടോ? അവരുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം? നമുക്കിവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്തൊക്കെയാണത്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം എന്തൊക്കെയാണ്? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇനി ദുരന്താനന്തര പ്രവർത്തനങ്ങളോ? ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും നോക്കൂ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യതാ അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രകൃതി ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ പത്രങ്ങളിൽ നിന്നും അതുപോലെ നെറ്റിൽ നിന്നുമൊക്കെ അവൈലബിൾ ആണ്. അത് പ്രിൻ്റ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡിജിറ്റൽ ആൽബം ആക്കിയിട്ട് തയ്യാറാക്കുക. നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഈ മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് 8ാമത്തെ പാഠമായ നാടറിയാൻ എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്